ശമ്പള കുടിശ്ശിക ആവശ്യപ്പെട്ടതിന് തൊഴിലുടമ ഭീഷണിപ്പെടുത്തിയതിന് പരാതി. ഷാർജ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന യാബ് ലീഗൽ സർവീസസ് സ്ഥാപന ഉടമ സലാം പാപ്പിനിശ്ശേരിക്കെതിരെയാണ് മുൻ ജീവനക്കാരി രംഗത്തെത്തിയത്. മട്ടാഞ്ചേരി സ്വദേശി അൻഷീറ മുഖ്യമന്ത്രിക്കും നോർക്കയ്ക്കും പരാതി നൽകി. നിയമസഹായം വാഗ്ദാനം നൽകുന്ന യാബ് ലീഗൽ സർവീസസിൽ കഴിഞ്ഞ 5 വർഷമായി ജോലി ചെയ്യുകയായിരുന്നു അൻഷീറ. നേരത്തെ തന്നെ സ്ഥാപനത്തിൽ നിന്നും മാനസിക പീഡനവും നേരിട്ടിരുന്നു. അതിനെതിരെ പരാതിയും നൽകിയതാണ്. എന്നാൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അകാരണമായി ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടെന്നാണ് പെൺകുട്ടിയുടെ ആരോപണം. ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും തടഞ്ഞുവെക്കുകയും ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നു. ഞാൻ 2020 ജാനുവരിയിലാണ് യാബ് ലീഗൽ സർവീസസ് എന്ന് പറഞ്ഞ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്. ഒരു നിയമസ്ഥാപനമാണെങ്കിലും ഇല്ലീഗലായിട്ടുള്ള പ്രവർത്തികളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. നമ്മൾ ചെല്ലുമ്പോൾ നമ്മളുടെ പാസ്പോർട്ട് അവിടെ പിടിച്ചു വെക്കും. പിന്നെ ചില ആളുകളെ കൊണ്ട് പേപ്പറിൽ സൈൻ ചെയ്യിപ്പിച്ച് ബ്ലാങ്ക് പേപ്പറിൽ സൈൻ ചെയ്യിപ്പിച്ചിട്ട് തമ്പ് മേടിക്കും. അങ്ങനെ പല ആളുകളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് സൈൻ ചെയ്ത് മേടിപ്പിച്ചു. പക്ഷേ ലാസ്റ്റ് ടൈമായിരുന്നു, എയർപോർട്ടിൽ നിന്നാണ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഈ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഇവർ ഇൻറ്റർഫെയർ ചെയ്യുക, സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും നമ്മളെ ചൂഷണം ചെയ്യുക, അതായത് നമ്മളെ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇയാളുടെ ഫേസ്ബുക്കിൽ പ്രൊഫൈലൊന്നും ലൈക്ക് അടിച്ചില്ലെങ്കിൽ, കമൻ്റ് ഇട്ടില്ലെങ്കിൽ സാലറി ഹോൾഡ് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ നമ്മളെ പച്ചത്തെറിയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ 2 ചാനലിൽ രംഗത്ത് വന്നതാണ്, കാര്യങ്ങൾ ഞാൻ അറിയിച്ചതാണ് പുറലോകത്ത്. കാരണം ഇവിടെ നിന്ന് ആരും പോയിട്ട് ഇനി പെട്ടുപോകരുത്. സ്ഥാപനം നൽകിയ മാനനഷ്ട കേസിനെ തുടർന്ന് വിദേശത്തേക്ക് മറ്റു ജോലിക്കായി പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് അൻഷീറ. പരാതി സ്വീകരിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനുകൂല നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ. 3 വിസ പുതുക്കി. ഓക്കെ, പിന്നെ അയാളായിട്ട് പറഞ്ഞു വിടുമ്പോൾ അങ്ങ് പോകാം എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സഡൻലി അയാൾ എന്നെ ടെർമിനേറ്റ് ചെയ്യാണ് ഉണ്ടായത്. ഇല്ല, ഒന്നും പറഞ്ഞില്ല. അവർക്ക് ടെർമിനേറ്റ് ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ അപ്പുറത്തെ കൊളീക്കുമായിട്ട്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റാണ്, അക്കൗണ്ട്സിൽ ഒരാളുമായിട്ട് നമ്മളൊരു പെൺകുട്ടിയോ ആരെങ്കിലും ആയിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോയാലും നമ്മൾ ടെർമിനേറ്റ് ചെയ്യും. മുഖ്യമന്ത്രി ആ ഒരു കാര്യത്തിൽ ഞാൻ മുഖ്യമന്ത്രിയെ വളരെയധികം ബഹുമാനിക്കുന്നു. കാരണം എൻ്റെ ഒരു പരാതി ഞാൻ മുഖ്യമന്ത്രിയുടെ PA-നെ വിളിച്ചു സംസാരിച്ചായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ആ പരാതി പരിഗണിച്ചിട്ടുണ്ട്. ഞാൻ പുള്ളിക്ക് റൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ അയച്ചു കൊടുത്തത്, സ്പീഡ് പോസ്റ്റാണ് അയച്ചത്. അപ്പോൾ എൻ്റെ പരാതി പരിഗണിച്ചു. എന്നെ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. യാബ് ലീഗൽ സർവീസസ് നെടുമ്പാശ്ശേരിയിൽ പുതിയൊരു ഓഫീസ് ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ആളുകളെ ജോലിക്കെടുത്ത ശേഷം പ്രമോഷൻ എന്ന പേരിൽ വിദേശത്തേക്ക് കൊണ്ടുപോകുമെന്നും ഇവരെയും കെണിയിൽ വീഴ്ത്താനുള്ള സാധ്യതയുണ്ടെന്നും അൻഷീറ പറയുന്നു. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലും പോലീസിന് നൽകിയ മൊഴിയിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്. കാരണം ഞാനും നിങ്ങളിൽപ്പെട്ട ഒരാളാണ്, ഞാനാണ് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സാധാരണക്കാരൻ എത്രമാത്രം ഇതിൽ പോരാടാൻ പറ്റും? ഞാനിപ്പോൾ 2 മാസമായി ഇതിൻ്റെ പുറകെ കണ്ടിന്യൂസ് നടക്കുന്നത്. ഇപ്പോൾ ദുബായിലെ നിയമം എന്നെ തുടച്ചില്ല. കാരണം ഞാൻ ഒപ്പിട്ട് കൊടുത്ത പേപ്പർ അത് അവരെന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചതാണ്. അപ്പോൾ വിശ്വാസവഞ്ചന എന്നോട് ചെയ്തത് ചതി തന്നെയാണ്. അപ്പോൾ ഒരു മുതലാളിമാരും പണമുണ്ട്, പണത്തിൻ്റെ പേരിൽ നമുക്ക് എന്തും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പാവങ്ങളെ ഇങ്ങനെ ഇതാക്കരുതല്ലോ. കഷ്ടപ്പെട്ട പൈസയാണ്, അത് തരണം. സ്ഥാപന ഉടമ സലാം പാപ്പിനിശ്ശേരിക്കെതിരെ നിരവധി ജീവനക്കാരാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി.